ഹായ് വ്യൂവേഴ്സ്, RJ തേരാവർ ട്രാവൽ പാർട്ട്ണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിവിടെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഹസ്ബൻഡ് വന്നിട്ടുണ്ട്. വന്നിട്ട് പോയി നമുക്ക് മീനൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. മീനും കോഴിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. മീൻ നമുക്കിന്ന് മഞ്ഞക്കോര കിട്ടിയിട്ടുണ്ട്. മഞ്ഞക്കോര അവർ സൈഡൊന്നും വെട്ടിയില്ല, നമുക്ക് വാല് മാത്രം വെട്ടി അകത്ത് അഴുക്കും എടുത്ത് കളഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ബാക്കി ക്ലീൻ ചെയ്തിട്ട് നമുക്ക് അടുത്ത ദിവസം കറി വെക്കാം. കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് തേങ്ങ അരച്ച് മാങ്ങ ഇട്ട് നമുക്ക് കറി വെക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. പാടാ ഇത് വെട്ടാന്. ഉമ്മർക്ക് ഈ സൈഡും കൂടെ വെട്ടി തന്നൂടായിരുന്നോ? ഒന്നാതെ മൂർച്ചയില്ലാത്ത ഇരുമ്പ്, കയ്യെ മുള്ളും കൊള്ളും. ചെതുമ്പല് ഇളക്കി തന്ന് വാലും മാത്രം കട്ട് ചെയ്ത്. ഈ സൈഡ് മുള്ളൂടെ ഇളക്കാൻ പറഞ്ഞ് എന്തായിരുന്നു അവരോട്? ഇത് കയ്യെ കൊണ്ട് കയറുന്ന മുള്ള്. അപ്പം നമുക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി മുട്ടക്കറിയാണ്. ഇപ്പം നമ്മൾ 4 പേരായിട്ടോ. ചപ്പാത്തി മുട്ടക്കറി. ചപ്പാത്തി ഉണ്ടാക്കണേന് ആദ്യം ഉണ്ടാക്കുകയാണ്. മുട്ടക്കറി ഇവിടെ ആയിട്ടുണ്ട്. അങ്ങനത്തെ ഒപ്പിപ്പൊക്കെ പല്ല് കേൾക്കുന്നു. എല്ലാവരും റെഡിയാവുന്നു. ഇപ്പം നമ്മുടെ ഉച്ചക്കലത്തെ ലഞ്ചിന് ചോറായിട്ടുണ്ട്. പിന്നെ ഇന്നലെ കഴുകി വെച്ച മീൻ ഫ്രീസറിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനെ നമുക്ക് കറി വെക്കാം. മാങ്ങ ഇട്ട് കറി വെച്ച് നോക്കാം. മാങ്ങ ഇരിപ്പുണ്ട്. പിന്നെ കൊക്കയുണ്ട്. നമുക്ക് വെണ്ടയ്ക്കയും മെഴുക്കുവരട്ടി വെക്കാം. ഇതാണ് നമ്മളിവിടെ 60 രൂപയ്ക്ക് വാങ്ങിച്ച തേങ്ങ. 60 രൂപയ്ക്ക് നമ്മളെ ഇവിടെ ഒരു കടയിൽ നിന്ന് വാങ്ങിച്ച തേങ്ങ. അപ്പുറത്തുള്ള ഒന്ന് ചിരട്ടയ്ക്കകത്തുനിന്ന് വിട്ടുപോയി. ഒന്ന് ചിരട്ടയ്ക്കകത്തിരിപ്പുണ്ട്. അതിനകത്ത് നമുക്ക് പഞ്ചസാര ഇട്ട് വെച്ചിട്ട് അപ്പം ഉണ്ടാക്കുക എടുക്കാം. അപ്പം നമ്മൾ 2 മുറി തേങ്ങയും ദാണ്ട് മിക്സിക്കകത്തിട്ട് അടിച്ച് ഇത്രയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത്രയാക്കി മിക്സിക്കകത്തിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ അരി വെള്ളത്തിയിട്ടിട്ടുണ്ട് നാളെ അപ്പം ഉണ്ടാക്കാൻ. പിന്നെ തേങ്ങാ വെള്ളത്തിൽ പഞ്ചസാര ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി മീൻ അരയ്ക്കാം. മീനിന് നമ്മൾ ഇത്രയും ഒരു തേങ്ങയാണ് തിരുമ്മി വെച്ചേക്കുന്നത്. ഈ അടുത്ത ഒരാഴ്ച മൊത്തം ഈ തേങ്ങ കൊണ്ടായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. തേങ്ങയായിരിക്കും ഉപയോഗിക്കുന്നത്. പിന്നെ അപ്പത്തിനായിരിക്കും എന്തായാലും തേങ്ങ വേണം. പിന്നെ എന്തെങ്കിലും പുട്ടുണ്ടാക്കാനോ കൊഴക്കട്ട ഉണ്ടാക്കാനോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ചെറിയ തോരനോ ഒക്കെ നമ്മൾ ഈ തേങ്ങ യൂസ് ചെയ്യും. ഇതിപ്പോൾ ഞാൻ ഒരാഴ്ച കൂടുതലായി വാങ്ങിച്ചിട്ട് ഈ തേങ്ങ. അത് വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു. നമ്മളെ പിള്ളേരുടെ പാർട്ടിക്ക് സാധനം വാങ്ങിക്കാൻ പോയതിൻ്റെ അന്ന് വാങ്ങിച്ച തേങ്ങയായിരുന്നു ഒരെണ്ണം വാങ്ങിച്ചത്. അപ്പം അതിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു. ഇത്രയും ദിവസം ഉപയോഗിക്കാൻ നമുക്ക് തേങ്ങ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഇന്നാണ് എടുത്തത്. നമുക്കിനി മീൻ ഇതിനകത്തോട്ട് എടുക്കാം. ഇതിനകത്ത് നമുക്ക് ഇവിടെ തിരികയില്ല. തിരികേക്ക് ഒരു പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് നമുക്ക് ചട്ടി വെക്കാൻ. അപ്പം നേരെ ഇരിക്കും അത്. അപ്പോൾ ബുക്ക് ചെയ്ത ബോട്ടിൽ ഇവിടെ വന്നിട്ടുണ്ട്. മോട്ടിവേഷൻ ബോട്ടിൽ. നമ്മൾ കടയിൽ ചോദിച്ചപ്പോൾ അത് 360 ആയിരുന്നു വില ഇട്ടിരുന്നത്. ഇപ്പോഴാണെങ്കിൽ നമുക്ക് 140ക്കാണ് ഞാൻ ഓൺലൈനിൽ അത് വാങ്ങിച്ചത്. 2 ലിറ്ററിൻ്റെ ബോട്ടിലായത്. മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയും വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തിരിച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഇട്ടത് അരച്ചെടുക്കാം. നമ്മുടെ മീനിനകത്ത് മാങ്ങയും പച്ചമുളകും കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കഴിക്കാം. നമുക്കിനി വെള്ളം ഒഴിച്ച് കുറച്ച് ലൂസാക്കി എടുക്കാം. ഈ മീൻ സാധാരണ മുളക് വെള്ളം വെക്കത്തേ ഉള്ളൂ, മുളക് ചാറ് വെക്കത്തേ ഉള്ളൂ. തേങ്ങ അരച്ച് ഇങ്ങനെ ആദ്യമായിട്ട് ഇത് വെക്കുന്നത്. അപ്പം നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മോര് കറക്കാൻ വെച്ചേക്കുന്ന കടുക് വറുത്തിടാൻ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി. ഇനി നമ്മൾ ചോറ് കഴിക്കും. മോര് കറി മീൻ കറി നല്ല സെറ്റായിട്ടുണ്ട്.
ഇനി കുറച്ച് കടുക് വറക്കുന്നതും കൂടെ അതിനകത്തോട്ട് എടുത്തിടാം. ഏതായാലും മീൻസ് വറക്കാനും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇന്നലെ കുറച്ച് പായസം വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ബാക്കി എടുത്ത് വെച്ചിരുന്നത്. അതിന് കുറച്ചുകൂടെ പാലൊഴിച്ച് ചൂടാക്കുക. ചോറ് കഴിക്കാൻ വിളമ്പി നമ്മുടെ മാങ്ങയിട്ട കിളിമീൻ കറി, പിന്നെ മീൻ വറുത്തതും വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി മാങ്ങ അച്ചാറും ഒക്കെ കൂട്ടി നമുക്ക് ചോറ് കഴിക്കാം. അങ്കിത്തും അപ്പം ഇവിടെ സൈക്കിൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ രണ്ടും കൂടെ പുറത്തോട്ട് പോവുക, മലയാളിക്കടയിലോട്ട് പോവുക, ചെന്നൈ മാളിൽ പോവുക കുറച്ച് സാധനം വാങ്ങിക്കാൻ. കോട്ടൺ മുണ്ടുകൾ വേണോ? 600 രൂപ. ये 600 की भैया वही है रेट. सेट साड़ी भी है. ये छोटे बच्चे का, ये छोटे बच्चे का ही है. അങ്കിത്തിന്റെ സൈസിലുള്ളതായിരിക്കും. ഇതിന് മുണ്ട് വേണമല്ലോ, അവന്റെ മുണ്ട് ചെറുതായി. അങ്കത്തിന് മുണ്ട് കിട്ടി, വിഷുവിന് കൊടുക്കാം. മതിയല്ലോ. ഇതവിടെ തേങ്ങ 65. പിന്നെ നമ്മൾ ചോറ് വെക്കുന്ന അരി ഇവിടെ നിന്നായിരുന്നു എടുക്കുന്നത്, ചുമന്നരി. ഇപ്രാവശ്യം നമ്മൾ പാക്കറ്റ് അല്ല, ലൂസായിട്ടുള്ളതാണ് 5 കിലോ അരി എടുത്തത്. പിന്നെ പലതരത്തിലുള്ള ബിരിയാണി അരി 50, 52, 54. പിന്നെ ഇത് രാജ്ഭോഗ് എന്ന് പറയുന്നത് 90 രൂപ കിലോ. പിന്നെ പലതരത്തിലുള്ള അരികളുണ്ട്. ഞങ്ങൾ അതിൽ നിന്ന് എപ്പോഴും വാങ്ങിക്കുന്നതിന് അതൊന്ന് 1 കിലോ അരി വാങ്ങിച്ച്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ കൈമ റൈസ് 1 കിലോ 217 രൂപയാണെന്ന്. പിന്നെ നമ്മൾ ചിപ്സൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം ഓരോ കിലോ, ഒരു 1/2 കിലോയുടെയൊക്കെ പാക്കറ്റാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ വാഴയില കണ്ടപ്പോൾ 5-6 വാഴയിലയും കൂടെ എടുത്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ സ്റ്റോർ, മലയാളി സ്റ്റോർ, ചെന്നൈ ചെന്നൈ മാള്. വാങ്ങിച്ചിട്ടുണ്ട് രാത്രിത്തേക്ക്. ചിക്കൻ കറി വെക്കണം. അരി വാങ്ങിച്ച്, അരി ലൂസ് വാങ്ങിച്ച്, പിന്നെ 1 കിലോ ബിരിയാണി അരിയും, പിന്നെ ചീനി, ഏത്തയ്ക്ക്, കുറച്ച് കൊച്ചുള്ളിയും, കുറച്ച് ശർക്കരയും, മുണ്ടും അരിപ്പൊടി വാങ്ങിച്ച്. പൊറോട്ട കഴിക്കാൻ ചിക്കൻ കറി വെക്കുവാണ്. പിന്നെ അവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന ഞങ്ങൾ ഉപ്പേരി വറക്കും. അങ്ങോട്ട് ശരിയാവുന്നില്ല, കരിയുന്നു. കുഞ്ഞു പീസാക്കി, ചെറുതാക്കി. ഒരു കിലോ ഉപ്പേരിക്ക് 450 രൂപ. അതുകൊണ്ട് നമ്മൾ 1 കിലോ കാ വാങ്ങിച്ചോണ്ട് വന്നു. 1 കിലോ കായ്ക്ക് 80 രൂപ ഉള്ളൂ. ഉപ്പേരി ഉറപ്പ് നോക്കട്ടെ, കൊതിക്ക് വെച്ചാൽ പോരെ. ഉപ്പേരി എങ്ങനെയെങ്കിലും ഉണ്ടാക്കി കഴിക്കും. 2 കായ്ക്കകത്ത് നമുക്ക് ഇത്ര ഉപ്പേരി കിട്ടി. ഇനി ഉണ്ടെന്ന് തോന്നുന്നു കായ ഇരിപ്പുണ്ടിന്. കൊള്ളാം. ഉണ്ടോ, കുറച്ച് എണ്ണയ്ക്കകത്ത് കുറച്ച് കാ വറുത്ത് വയ്ക്കുന്നത് ഞങ്ങൾ. കായ്ക്ക് 80 രൂപ. നമ്മൾ അതിൽ നിന്ന് 2 കാ മാത്രമേ എടുത്തുള്ളൂ ഇത്രയും വറക്കാൻ. 1 കാക്കിലൂടെ പാക്കറ്റ് എടുത്താലും നമുക്ക് ഇത്ര ഉപ്പേരി കിട്ടത്തുള്ളൂ. അന്നേരം തന്നെ കൊണ്ടുവന്ന് തീർക്കുകയും ചെയ്യും. അങ്ങനെ ഞങ്ങൾ ഉപ്പേരിയൊക്കെ വറുത്ത് കഴിച്ചിട്ട് പിന്നെ പൊറോട്ടയും ചിക്കനും കൂടെ കഴിച്ച് രാത്രിയിൽ. എങ്ങനെയുണ്ടോ ബിയെ പൊറോട്ട? ഒത്തിരി നാളായില്ലേ പൊറോട്ട കഴിച്ചിട്ട്. അച്ഛൻ വന്നിട്ട് നമ്മൾ പിന്നെ പൊറോട്ടയും ചിക്കൻ കറിയും കൂടെ കഴിക്കണേ. പറയാം എങ്ങനെയുണ്ടെന്ന്. എങ്ങനെയുണ്ടെങ്കിട്ടെ പൊറോട്ട. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം നടക്കാനൊക്കെ പോയി. പിന്നെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.